നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ വൈദ്യർ സെൽവരാജ് മുമ്പനാണ്. നിങ്ങൾക്കറിയാവുന്ന ഇനി നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് അസുഖങ്ങൾക്കുള്ള ഒറ്റമൂലി മരുന്നുകൾ എളിയ രീതിയിൽ എല്ലാവർക്കും ഒന്ന് കിട്ടുന്നതും വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ എളിയ രീതിയിലുള്ള കുറച്ച് ഒറ്റമൂലി മരുന്നുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അത് ഇങ്ങനെ ഓരോ വീഡിയോയിലും ഞാൻ ഓരോ അസുഖത്തിൻ്റെയും ഒരു 3 മരുന്ന് വീതം, ഒറ്റമൂലി മരുന്ന്, ഓരോ അസുഖത്തിന് ഒരു 3 മരുന്ന് വീതം ഞാൻ ഒറ്റമൂലി മരുന്നുകൾ പറഞ്ഞു തരും. അത് ഓരോ വീഡിയോയിലും എൻ്റെ വീഡിയോയിൽ സ്ഥിരമായിട്ട് കണ്ടു വരികയാണെങ്കിൽ ഒറ്റമൂലി മരുന്നുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വരാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടി ഉള്ള ചെറിയ ചെറിയ രോഗങ്ങൾക്ക് ഉള്ള ഒറ്റമൂലി മരുന്നുകൾ കൊടുത്താൽ നല്ലതെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാനത് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് മരുന്നുമായിട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വൈദ്യശാലയിൽ ചികിത്സിക്കുന്നതെന്ന് വെച്ചാൽ ഈ തേയ്മാന പ്രശ്നങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, ഉളുക്ക് തേയ്മാനം, ഒടുവ്, ചതവ്, ഉളുക്ക് തേയ്മാനത്തിനൊക്കെ നമ്മൾ നല്ലതിന് ട്രീറ്റ്മെൻറ്റ് ഇവിടെ നല്ല രീതിയിൽ ചെയ്തു വരുന്നതാണ്. പിന്നെ അതുകൂടാതെ സ്റ്റോക്ക് അസുഖങ്ങൾക്ക് അത് പ്രത്യേക ചികിത്സ നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റോക്ക് അസുഖം വന്നിട്ട് കിടപ്പ് രോഗികളൊക്കെ നമ്മൾ ഈ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് കാര്യമില്ല, നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ആളുകളെ എളിച്ച് നടത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മളിവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഈ നടുവേദന, മുട്ടുവേദന, ഇങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, പിന്നെ ഈ നരമ്പ് സംബന്ധമായിട്ട്, എലുമ്പ് സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, തളർച്ച, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളത് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റി കൊടുക്കും. അത് നമ്മൾ വൈദ്യശാലയിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. അത് നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ബുക്ക് ചെയ്ത് വന്ന് നോക്കി, നാടിയൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ അസുഖത്തിൻ്റെ രീതി അനുസരിച്ച് എത്ര ദിവസത്തേക്കെന്ന് പറയും, അങ്ങനെ വന്ന് ബുക്ക് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനുള്ളതാണ്. അത് നിങ്ങൾ നേരിട്ട് വന്നാൽ മാത്രമേ ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മളെ വൈദ്യശാല ഇരിക്കണമെന്ന് വെച്ചാൽ വെള്ളൂർക്കോണം, മഞ്ചപ്പീവോ, നെടുമങ്ങാട്, തിരുവനന്തപുരം. ഒന്നും കൂടെ പറയാം: തിരുവനന്തപുരം ജില്ല, നെടുമങ്ങാട് താലൂക്ക്, മഞ്ചപ്പീവോ, വെള്ളൂർക്കോണം, സ്ഥലം വെള്ളൂർക്കോണം, ശ്രീപത്ര ചികിത്സാലയം. ഇതാണ് നമ്മളെ അഡ്രസ്സ്. അത് നേരിട്ട് വരികയാണെങ്കിൽ നമ്മൾ വൈദ്യശാലയിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പിന്നെ ചുമ ഒരുപാട് പേർക്ക് സാധാരണ വരുന്നുള്ളതാണ്. ചുമ എല്ലാവർക്കും ഉണ്ട്, മിക്കവാറും ഉള്ളവർക്ക് ചുമ വരും. ചുമയാണ് ഇപ്പോൾ പ്രശ്നം. ചുമയ്ക്കുന്ന വളരെ എന്ത് മരുന്ന് കഴിച്ചാലും പിന്നെ പിടിച്ചു നീക്കാൻ പറ്റാത്ത ചുമയിൽ വരും. അതിന് നമ്മളെ നാട്ടുമരുന്നിൽ ഒറ്റമൂലി മരുന്നുകളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഒറ്റമൂലി മരുന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ചുമയ്ക്കുള്ളതാണ്. ഇത് മുന്നോര കാലത്ത് നമ്മൾ സാധാരണ അന്ന് ആശുപത്രിയിലൊന്നും ഇല്ല. അന്ന് ഇത് കണക്ക് ആശുപത്രിയോ വേറെ ഒരു സംവിധാനവും ഇല്ലല്ലോ. അന്ന് ഈ പറഞ്ഞ കണക്കിന് നാട്ടു ചികിത്സ മാത്രമേ ഉള്ളായിരുന്നു അന്നത്തെ കാലത്ത്. ആ സാഹചര്യത്തിൽ നമ്മൾ ഈ വരുന്ന ഒറ്റമൂലിയിലാണ് ഇത് പറഞ്ഞു തരുന്നത്. ഞങ്ങൾ തരുന്നത് കൂട്ടുമരുന്നായിട്ട് ചേർത്തേ തരുള്ളൂ. അത് കാലറ്റ് മാറാനുള്ള മരുന്നാണ് ഞങ്ങൾ തരുന്നത്. പക്ഷെ നിങ്ങൾക്ക് പിന്നെ കിട്ടുന്ന മരുന്നുകൾ താൽക്കാലിക ഗുണമറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് അത്യാവശ്യം നിങ്ങൾ കഴിച്ച് സ്വയപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെയാണ് നിങ്ങൾക്ക്. കാര്യം എല്ലാം കെമിക്കൽ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറച്ചെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ ഒരു നാട്ടുമരുന്നുകളൊക്കെ കുറച്ച് പാടുണ്ട്. ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് പോയി ഇതൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഇത്തിരി പാടുണ്ട്.
അത് അല്ലെങ്കിൽ ആയുർവേദ കടയിൽ കിട്ടും. ആയുർവേദ കടയിൽ ചെന്ന് നിങ്ങൾ പിന്നെ അന്വേഷിച്ച കടയിൽ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മൾ ഈ പറയുന്ന പച്ചിലയിലൊക്കെ എടുത്ത് റെഡിയാക്കേണ്ടതാണ്. റെഡിയാക്കി ചൂർണ്ണമാക്കി വെച്ചിരിക്കണം. കാരണം എന്ന് വെച്ചാൽ അത് പൊടിച്ച് നല്ല മഷിയോടെ പൊടിച്ച് വെച്ചിരിക്കണം. കാര്യം അങ്ങനെയാണ്. ഇതിൻ്റെ കുറേ പച്ചില വർഗ്ഗങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് സാധാരണ ആയുർവേദ കടയിലും കിട്ടാറുണ്ട്. നിങ്ങൾ ആയുർവേദ കടയിലൊന്ന് അന്വേഷിച്ചാൽ കിട്ടും ഈ മിക്കവാറും ഞാൻ പറയുന്ന മരുന്നുകൾ. അതല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളെ വിലയിൽ നിങ്ങളെ അയലോക്കത്തൊക്കെ ഉണ്ടാവും ഈ മരുന്ന്, ഞാൻ പറയുന്ന മരുന്നൊക്കെ. അപ്പം കിട്ടാത്തവർ കുറേ മരുന്നുകൾക്ക് കിട്ടത്തില്ല. അത് ആയുർവേദ കടയിൽ കിട്ടും. നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി. ആയുർവേദ കടയിൽ നിന്ന് നിങ്ങൾക്കത് മരുന്നായി തന്നെ കിട്ടും. അങ്ങനെയുള്ള മരുന്നുകളുണ്ട്. നിങ്ങൾ അത് വാങ്ങിച്ച് കഴിച്ച് പറയുകയാണെങ്കിൽ ഒറ്റമൂലി മരുന്നുകളാണ് ഇതൊക്കെ. നല്ല ഫലം കിട്ടും. കൈയോടനെ ഫലം കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് നിങ്ങൾ കഴിക്കും തോറും തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള മരുന്നുകളാണ് ഞാൻ പറയുന്നത്. ആദ്യം ചുമയ്ക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാവരും കാണുന്ന ഒരു നിസ്സാരം കിട്ടത്തക്ക ഒരു മരുന്നാണ്. എല്ലാവരുടെ കൈക്കും കിട്ടും. കാരണം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ എവിടെയെങ്കിലും കാണും. കുടങ്കൽ എന്ന് പറയും. സാധാരണ കുടങ്കൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുടങ്കൽ ഇത് സംസ്കൃതത്തിൽ പറയും വല്ലാറയെന്ന് പറയും. നമ്മൾ പിന്നെ മലയാളത്തിൽ നമ്മളത് കുടങ്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. കുടങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ കിട്ടും. അതിൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലാകാൻ കണക്കാക്കിയാണ് കുടങ്കൽ എന്ന് പറഞ്ഞു തരാം. ഇഷ്ടംപോലെ വിലയിലുള്ള സാധനമാണ്. ഇത് നമ്മൾ കുറച്ച് സംഘടിപ്പിച്ച് നല്ല കഴുകി ഉണക്കി പല പുഴുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കഴുകി പറിച്ച് കഴുകി ഉണക്കി റെഡിയാക്കി എടുത്ത് നല്ല ഒരു ഇല വെയിലിൽ ഒരുപാട് ചൂടിൽ ഇട്ടുകൂടാ, ഇല വെയിലിട്ട് നല്ലവണ്ണം ചൂടാക്കി അതിനെ ഉണക്കി പൊടിച്ച് വെച്ചേക്കണം. ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രാവിലെ ഒരു സ്പൂണ് വൈകുന്നേരം ഒരു സ്പൂണ് ചൂടുവെള്ളത്തിൽ ഓരോ സ്പൂണ് വീതം പിന്നെ ഇട്ട് കലക്കി കുടിച്ചിരുന്നാൽ മതി. ഇത്ര തന്നെ ഇതിൽ സിമ്പിൾ. ഇത് ഒറ്റമൂലിയാണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു മരുന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പാടുള്ള മരുന്ന് ഞാൻ ആദ്യം പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടത്തക്ക മരുന്നും ഏറെ ഗുണമുള്ള മരുന്നുമാണ്. ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്ക് ഗുണമുണ്ടാകും നിങ്ങൾക്ക്. അതുകൊണ്ട് കുടങ്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലെങ്കിലും മറ്റേ ഇതിൽ പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. എല്ലാവർക്കും അറിയാം. കുടങ്കൽ അറിയാത്തവരാരും കാണില്ല. അത്രയ്ക്കും എളുപ്പമുള്ള മരുന്നാണ് കുടങ്കൽ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നല്ലവണ്ണം വാങ്ങിച്ച് പിന്നെ പൊടിച്ച് ഇതിന് പിന്നെ പറിച്ച് കഴുകി ഉണക്കി പൊടിച്ച് വെച്ച് ഒരു പൊടി ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഓരോ സ്പൂണ് വീതം ചൂടുവെള്ളത്തിൽ വയറ്റിൽ കഴിച്ചു വരിക. നിങ്ങൾ ഈ ചുമ മാത്രമല്ല ഒരുപാട് അസുഖങ്ങൾക്ക് അത് കൊള്ളാം. എന്നാൽ ഈ പിന്നെ ഒരുപാട് അസുഖങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ ഇപ്പോൾ ഉള്ളവർക്കൊക്കെ ഷുഗർ എല്ലാം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെ നിങ്ങൾ കഴിക്കുന്ന ഗുളികയുടെ സൈഡ് എഫക്റ്റ് വരെ ഇത് മാറ്റാൻ കഴിയും. ഈ കുടങ്ങളിൽ നല്ല കഴിവുള്ളതാണ്, നല്ല ഔഷധ ഗുണമുള്ളതാണ്. സാധാരണ നിങ്ങളെല്ലാം ഇത് നമ്മൾ പറഞ്ഞ ഉടനെ നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ള എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നിസ്സാര കേസ്. നിങ്ങൾക്ക് എളുപ്പം കിട്ടത്തക്ക മരുന്നാണ് ഞാൻ പറഞ്ഞു തരണത്. അല്ലാതെ പിന്നെ മരുന്ന് ഒരുപാടുണ്ട്. പിന്നെ ചുമയ്ക്കുള്ള മരുന്നുകൾ ഒരുപാടുണ്ട്. അത് നമ്മൾ വളരെ പിന്നെ ഔഷധമായിട്ട് എടുക്കുന്ന മരുന്നുകളാണ്. അതിനെക്കാട്ടിലും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ഇതെടുത്ത് സേവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പിന്നെ ഫലപ്രദമായിരിക്കും. ഇതാണ് അതിൻ്റെ. അടുത്ത് ഒരു മരുന്ന് കൂടെ പറഞ്ഞു തരാം. കാരണം എന്ന് വെച്ചാൽ ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്ന്, ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. വിൽവയില എന്ന് പറയുന്നത് നമ്മൾ കടയിൽ ഇതിൽ വാങ്ങാൻ കിട്ടും. പിന്നെ പൂക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ വിൽവ മറവിടെ എവിടെയെങ്കിലും. വിൽവ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? വിൽവം എന്നാണ് അതിൻ്റെ പേര്. വിൽവേല കേട്ടോ. വിൽവം എന്നാണ് അതിനെ പറയുന്നത്. വിൽവയില. അങ്ങനെ വിൽവയില നിങ്ങൾ കിട്ടുകയാണെങ്കിൽ, വിൽവേല നമ്മൾ പൂക്കടയിൽ ചോദിച്ചാൽ വിൽവേല എന്ന് പറഞ്ഞാൽ അത് പൂക്കടയിലും ഉണ്ടാകും.
കാര്യം നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കുന്ന സാധനമാണ്. ഭഗവാനക്ക് വളരെ തൃപ്തിയുള്ളതാണ് ഈ വിൽവസേവം. അപ്പോൾ ശിവഭഗവാനക്ക് നമ്മൾ അർച്ചനയൊക്കെ ചെയ്യാൻ എടുക്കുന്നതാണ്. അങ്ങനെ ആ വിൽവയില നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ സ്വാഭാവിക വിൽവയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. വിൽവയില നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ വാങ്ങിച്ച് ഈ പറഞ്ഞ കണക്കിന് ഉണക്കി പൊടിച്ച് പൊടിയാക്കി വെച്ചിട്ട് അത് ഇത് കണക്ക് തന്നെ രാവിലെയും വൈകുന്നേരവും ഓരോ സ്പൂണ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. നിങ്ങളൊക്കെ നാൽപ്പെട്ട ഇരുമലൊക്കെ കാലറ്റ് പോകും. നല്ല രീതിയിലെ മാറ്റം ഉണ്ടാകും. ഭയങ്കരമായ ഗുണമുള്ള മരുന്നാണിത്. നിങ്ങൾ നിസ്സാരമായിട്ട് കരുതരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറയുമ്പോൾ ഇങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഞങ്ങളൊന്നും ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്ന ഇതല്ല. ഞങ്ങൾ ഒറ്റമൂലികളാണ് ഇതൊക്കെ. ഞങ്ങൾ നല്ല പൈസ വാങ്ങിച്ചിട്ട് ഈ മരുന്നുകൾ നിങ്ങൾക്ക് തരുന്നതാണ്. ഒറ്റമൂലിയിലാണ് മരുന്നുകളെല്ലാം. അപ്പം ഇതൊന്നും പെട്ടെന്നൊന്നും പറഞ്ഞു തരുന്ന സാധനങ്ങളല്ല. നിങ്ങൾ ഇത് ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമാവണം. നിങ്ങൾ ഈ എൻ്റെ കാണുന്നവർക്ക്, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണം. അല്ലാതെ എൻ്റെ വീഡിയോ ചുമ്മാ കണ്ടിട്ട് അയ്യോ അത് ഉപയോഗമില്ലാതിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഒരു സേവനമായിട്ട് ഇത് കണക്കാക്കണം. കാര്യം അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് നിങ്ങൾ സാധാരണ വിൽവേല എന്ന് പറഞ്ഞാൽ മതി, പൂക്കടയിൽ കിട്ടും. അതല്ലെങ്കിൽ വിൽവ മറകളുണ്ടാവും, അതിലിருந்து പറിക്കാൻ അടുത്തുള്ളവർക്കാണെങ്കിൽ പറിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ പൂക്കടയിൽ പറഞ്ഞ് വാങ്ങിക്കുക. അര കിലോ 1 കിലോ ഒക്കെ വാങ്ങിച്ചാൽ മതി. ആദ്യം ഒരു അര കിലോ ഒക്കെ വാങ്ങിച്ചാൽ മതി. അര കിലോ കുറച്ച് പൈസയാവുള്ളൂ. അപ്പോൾ അര കിലോ 1 കിലോ ഒക്കെ വാങ്ങിച്ച് 1 കിലോ ആദ്യം അര കിലോ വാങ്ങിക്കുക. വാങ്ങിച്ച് അതിനെ നല്ല ഉണക്കി പൊടിച്ച് നല്ല ഒരുപാട് വെയിലത്തിനാതെ നൈസ് വെയിൽ ഇല വെയിലാണ് നമ്മൾ ചൂടാക്കേണ്ടത്. നല്ല രീതിയിൽ ഉണക്കി നല്ല വെയിലിൽ തന്നെ ഉണക്കണം. ഉണക്കി പൊടിക്കണം. വെയിലിൽ തന്നെ ഉണക്കി നല്ല മഷി പോലെ പൊടിക്കണം. പൊടിക്കുന്നത് മഷി പോലെ പൊടിക്കണം. ഇത് കിടക്കരുത്, കരട് കിടക്കരുത്. കരട് കിടന്നാൽ നമുക്ക് അത് വൈരളകും. മനസ്സിലായി? പൊടിക്കുന്നത് മഷി പോലെ പൊടിക്കണം. പൊടിച്ചിട്ട് അരിക്കണം. നമ്മുടെ അരിപ്പുണ്ടല്ലോ, ഈ ചായ അരിപ്പ് പോലത്തെ അരിപ്പിലിട്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ തുണിയിൽ വസ്ത്രദാനമാണ് ചെയ്യുന്നത്. വസ്ത്രദാനം ചെയ്യണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തുണിയിൽ നമ്മൾ തോരത്തുണ്ടല്ലോ, നാടൻ തോരത്തെടുത്തിട്ട് ആ തോരത്തിലിട്ട് നല്ല അരിക്കണം. അതാണ് വസ്ത്രദാനം. വസ്ത്രദാനം ചെയ്ത് കഴിഞ്ഞാൽ നല്ല മഷി പോലെ കിട്ടുന്നുണ്ട്. മനസ്സിലായി? ഇത് പൊടിക്കുന്നതിൽ എന്നും നമ്മൾ വസ്ത്രദാനം ചെയ്യണം. വസ്ത്രദാനം ചെയ്തതാണ് ഏറ്റവും ബെസ്റ്റ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ തോരത്ത് എടുത്തിട്ട് തോരത്തിൽ നല്ലവണ്ണം നമ്മൾ നാടൻ തോരത്ത് മതി. നാടൻ തോരത്തിൽ ഇതിട്ട് നല്ല നമ്മളിങ്ങനെ കൈ കൊണ്ട് തട്ടുന്ന സമയത്ത് തന്നെ ഇത് അത്രയും നല്ല രീതിയിൽ പൊടി വരും. അതാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ നിങ്ങളെന്താണെന്ന് വെച്ചാൽ കുറച്ച് എളുപ്പത്തിൽ മറ്റേ അരിപ്പ ഉണ്ടല്ലോ, ആ അരിപ്പയിലിട്ട് ഒന്ന് നല്ലവണ്ണം അരിച്ചെടുത്താൽ മതി. അങ്ങനെ അരിച്ചെടുത്ത് വെച്ചിട്ട് ഒരു ചില്ല് ഗ്ലാസ്സിൽ വയ്ക്കണം. കാര്യം എന്താ, ഇതൊന്നും നമ്മൾ ഇത്തരം ഈ നാച്ചുറൽ ഔഷധങ്ങളൊന്നും ഈ പ്ലാസ്റ്റിക്കിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും വയ്ക്കാൻ പാടില്ല. ചില്ല് ഗ്ലാസ് വാങ്ങിച്ച്, ചില്ല് ഗ്ലാസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് എടുക്കുക. അതല്ലെങ്കിൽ വാങ്ങിച്ച് ഒരു ചില്ല് ഗ്ലാസ് വാങ്ങിക്കുക വലിയ കാര്യമില്ല. ഒരു 60-70 രൂപ കൊടുത്ത നല്ലൊരു കുപ്പി കിട്ടും, ചില്ല് കുപ്പി കിട്ടും. ആ ചില്ല് കുപ്പിയും അടപ്പോടെ കൂടി കിട്ടും. 30 രൂപ മുതലുണ്ട് ചില്ല് കുപ്പി അടച്ച് വയ്ക്കാനുള്ളത്. വലിയ പൈസയൊന്നുമില്ല. ആ ചില്ല് കുപ്പിക്കകത്ത് ഇതിട്ട് അടച്ച് ഒരു അര കിലോ പൊടിയൊക്കെ അടിക്കണമെന്ന് വെച്ചാൽ ഒരു കൂടി പോയാൽ ഒരു 30-60 രൂപ 70 രൂപയ്ക്ക് ഒരു നല്ലൊരു ജാറ് കിട്ടും. ചില്ല് നമ്മളെ കുപ്പിച്ചാറ്. അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് അതിൽ നമ്മൾ ഇത് ഇട്ട് അടച്ച് നല്ല ടൈറ്റാക്കി അടച്ച് വയ്ക്കണം. നമ്മൾ എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ടൈറ്റാക്കി അടച്ച് വയ്ക്കണം. കാര്യം ഏറ് കയറാത്ത രീതിയിൽ അടയ്ക്കണം. എങ്കിലേ അത് കൂടുതൽ ദിവസം ഇരിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ കുറച്ച് ദിവസം കഴിച്ചപ്പോൾ അസുഖം മാറി കുറച്ച് മരുന്ന് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അത് പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആദ്യം ഒരു അര കിലോയൊക്കെ വാങ്ങിച്ചാൽ മതി. 1 കിലോ ഇലയൊന്നും വാങ്ങിക്കാൻ പോകണ്ട. അര കിലോ ഇലയൊക്കെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ കുറച്ച് വെച്ചിട്ട് ഉണക്കി പൊളിച്ച് റെഡിയാക്കി അതിനെ പാചകം ചെയ്ത് നിങ്ങൾ കഴിച്ച് അതിൻ്റെ ഗുണം മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അടുത്തത് ചെയ്താൽ മതിയല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ആസ്മയ്ക്ക് വരെ നല്ലതാണ്.
ആസ്മയ്ക്ക് ഒരു നല്ല ഏറ്റവും ബെസ്റ്റായിരിക്കും ഇത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്രയ്ക്കുള്ള ഗുണം ചെയ്യുന്ന ഒരു മരുന്നാണിത്. അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴേ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്ര ഗുണം ഉണ്ടാവും, വിഷമിക്കണ്ട. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ ഇത് നിസ്സാര കേസല്ല, ഇത് സാധാരണ കേസല്ല പറഞ്ഞു തരണത്. ഏറ്റവും വലിയ ഗുണമുള്ള ഒറ്റമൂലി മരുന്നാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചുമയുള്ളവർ നിങ്ങളിത് ഒന്ന് ഫോളോ ചെയ്യുക. ഇത് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് ഈ 2 മരുന്ന് നിങ്ങൾ രണ്ടിലെ ഏതെങ്കിലും ഒരു മരുന്ന്, 2 മരുന്ന് കഴിക്കാൻ നിർബന്ധമല്ല, ഏതെങ്കിലും ഒരു ഐറ്റം മരുന്നെടുത്ത് നിങ്ങൾ കഴിച്ച് നിങ്ങളെ ചുമയെല്ലാം നല്ലോണം മാറിക്കിട്ടും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടും. അതാണ് ഏറ്റവും വലിയ നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നത്. എനിക്ക് മനസ്സിലായില്ലേ? അപ്പം എൻ്റെ ധാരണ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ടായി നിങ്ങൾ നന്നായിരിക്കണം. എൻ്റെ പ്രേക്ഷകർ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ കാണുന്നവർ ക്ഷമയോടെ കണ്ടാലേ എനിക്ക് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇത് എത്രയും ക്ഷമയോടെ കണ്ട് ഇത് മനസ്സിലാക്കി ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അസുഖം മാറിയിരിക്കും. ഒറിജിനലാണ് ഇത്. എൻ്റെ മുന്നോരൊക്കെ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളതാണ് പണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ഞങ്ങൾ പിന്നെ മറ്റുള്ളവർക്കും കൊടുക്കുന്നത്. ഈ വരണവർക്കൊക്കെ കൊടുക്കുന്ന ചൂർണമായിട്ട് കൊടുക്കുന്നതൊക്കെ ഇത് തന്നെയാണിത്. പണ്ട് നമ്മൾ വരണ രോഗികൾക്ക് ഞങ്ങൾ കൊടുക്കും. അപ്പോൾ അത് ഇപ്പം നമുക്ക് ഇതിനുള്ള മെനക്കെടാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇതൊന്നും പോകാൻ സമയം കിട്ടുന്നില്ല. നമ്മൾ ഇതുപോലത്തെ ചികിത്സയിലൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ചികിത്സയെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോയിട്ട് തീരാത്ത മുട്ടുവേദന, നടുവേദന, ഇങ്ങനെയുള്ള ആശുപത്രിയിലൊക്കെ പോയിട്ട് അവർ ഓപ്പറേഷൻ ഇങ്ങനെയൊക്കെ മാറ്റി വയ്ക്കാൻ പറയും. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാതെ ചെയ്യുന്ന ഈ തീർക്കുന്ന ഒരു ചികിത്സയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം മറ്റുള്ളവർ ആദ്യമേ വന്ന് ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള ചെറിയ ചെറിയ രോഗങ്ങളാണ് നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ള ഇതിൽ അങ്ങ് മാറ്റാണ്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോയാൽ മാറാത്ത രോഗങ്ങൾ, അങ്ങനെയുള്ളവർ ഇപ്പോൾ ഈ തലയിലെ തട്ടുമുട്ട് കൊണ്ടിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാകും. തലയിൽ തട്ടുമുട്ട് കൊണ്ടുപോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സ്ട്രോക്കുകളൊക്കെ വരുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, അവരൊക്കെ രക്ഷപ്പെട്ട് വരാൻ. പക്ഷേ അതിനുള്ള മരുന്നുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇവിടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. മരുന്ന് മാത്രമല്ല, ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അതിനെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പൂർണ്ണമായി മാറ്റാൻ നമുക്ക് കഴിയും. എത്ര പ്രശ്നമുള്ളതാണെങ്കിൽ തലയ്ക്കുള്ള എന്ത് കേടുകളായാലും മാറ്റാൻ പറ്റും. അത് ആശുപത്രിയിൽ ചികിത്സിച്ചിട്ട് ഗുണപ്പെടാത്തത് മാത്രം ഇങ്ങനെ വരും. ആശുപത്രിയിൽ പോവുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നുള്ളത് ചികിത്സിക്കുക. പറ്റിയില്ല എങ്കിൽ മാത്രം എന്നെ ഒന്ന് സമീപിച്ചാൽ മതി. അപ്പം ഞാൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഞാൻ ചികിത്സിക്കുന്നത്. സാധാരണ ഉള്ള ആശുപത്രിയിൽ പോയാൽ കിട്ടുന്ന മരുന്ന് സാധാ കിട്ടുന്നതിനൊന്നും ഞാൻ ചികിത്സിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് വേണ്ടി മെനക്കെട്ട് ഞാൻ ഈ പാടുപെടേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ എല്ലായിടത്തും കിട്ടുമല്ലോ. മറ്റുള്ളവരുടെ അടുത്ത് കിട്ടാത്ത ഒരു ചികിത്സ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് വരുന്നവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് കിട്ടാത്ത ഒരു ചികിത്സയായിരിക്കണം. അങ്ങനെയുള്ള ചികിത്സ, അതാണ് ഞാൻ ഈ പറയുന്ന അസുഖങ്ങൾ. നമ്മൾ പല ആശുപത്രിയിലെ പല പ്രാവശ്യം പോയിട്ടും മാറാത്ത കേസുകളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ മാത്രം എന്നെ വന്ന് സമീപിക്കുക, നേരിട്ട് വന്നാൽ മതി. അത് ഇതുപോലെ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് ഞാൻ കുറേ മരുന്നുകൾ ഞാൻ പറഞ്ഞു തരാം, ഒറ്റമൂലി മരുന്നുകൾ പറഞ്ഞു തരാം. കാര്യം ഇതെല്ലാം ഞങ്ങളെ പണ്ടുള്ള ആൾക്കാർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എന്നെ കൊണ്ട് ഈ പറഞ്ഞ കണക്കിന് എല്ലാ ചികിത്സയും നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ള ചികിത്സകളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ കുറേ മരുന്നുകൾ അങ്ങ് പറഞ്ഞു തരാം. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അത് എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് ഈ അസുഖങ്ങളൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് മാറ്റത്തക്കതേ ഉള്ളൂ. അല്ലാതെ എന്നെ അന്വേഷിച്ച് വരേണ്ട പാടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ചികിത്സയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് പറ്റാത്ത ചികിത്സ പറ്റുന്നില്ല എങ്കിൽ മാത്രം വരിക. പല സ്ഥലങ്ങളിലും പോയി ചികിത്സിച്ച് ഒരു പ്രയോജനമില്ല വൈദ്യരെ, എന്ത് ചെയ്യണം എന്നുള്ള അങ്ങനെ ഇരിക്കുന്നവർക്ക് ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ഒരുപാട് രോഗം കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പല ആശുപത്രിയിലും മറ്റിടത്തും ഒരുപാട് ചികിത്സിച്ച് മാറാത്തവരുണ്ട്. അങ്ങനെ ഉള്ളവർ മാത്രം വരിക. ഞാൻ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് തരും. അത് ആ രോഗത്തിനെ മാറ്റിത്തരും. അതാണ് അതിൻ്റെ ഇത്. ഇതുപോലെ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് കുറേ രോഗങ്ങൾക്ക് ഞാൻ മരുന്നുകൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള മരുന്നുകൾ ഞാൻ പറഞ്ഞു തരാം.
നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് അത് ഞാൻ പറയും ഇങ്ങനെ കണക്ക് നിങ്ങൾ ചെയ്താൽ മാത്രം മതി, ഈ അസുഖങ്ങളൊക്കെ മാറി കിട്ടും. അങ്ങനെ ഈ പറയുന്ന ചുമയ്ക്കുള്ള മരുന്നിന് 2 ഒറ്റമൂലി പറഞ്ഞു തന്നിരിക്കണം. ഈ 2 ഒറ്റമൂലി കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് നല്ല അസുഖം മാറും. ഈ മാറാത്ത ഈ ചുമയുള്ളവർക്ക്, ചെറിയ ചുമയുള്ളവർക്കല്ല, വലിയ ചുമ ചില ആൾക്കാർക്ക് മാറാതെ നിൽക്കും, വിട്ടുമാറാതെ നിൽക്കുന്ന ചുമയിലൊക്കെയാണ്. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ഇത് കഴിച്ച് ഇതിനെ കുറയും. പിന്നെ നമ്മളെ എന്നെ വൈദ്യശാലയിൽ നേരിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീഭദ്ര ചികിത്സാലയം, വെല്ലൂർ കുണം, മഞ്ചപ്പീവോ, നെടുമങ്ങാട്, തിരുവനന്തപുരം. ഇത് അഡ്രസ്സ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നേരിട്ട് വന്നാലേ പറ്റുള്ളൂ. ഫോൺ വിളിച്ചാലൊന്നും എനിക്ക് സമയത്തിന് സംസാരിക്കാനുള്ള ഇത് കിട്ടില്ല. അതുകൊണ്ടാണ് നേരിട്ട് നിങ്ങളിനെ വന്ന് നോക്കുക. വന്നാൽ ഇതിലേ നമുക്ക് അതിനുള്ള ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാണുന്നെങ്കിൽ വരിക. അതല്ല ഇതുപോലെ ചെറിയ രോഗങ്ങളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരാം. ഈ പറയുന്ന ഇതിൽ തന്നെ നിങ്ങൾക്കത് നല്ല സുഖപ്പെടും. ഇത് നിങ്ങൾ കഴിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ കഴിക്കുക, ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സേവനമാണ്. ഈ സേവനം പോലെ മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശം നല്ലത് എത്തിച്ചു കൊടുക്കും. കാര്യം ഇത്രയും പേര് ഈ പറഞ്ഞ കണക്കിന് പിന്നെ ചുമ തന്നെ മാറാതെ ഒരേ കണക്ക് ചുമയ്ക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ട്. ഇത് നമ്മൾ ഈ പറഞ്ഞു തന്നിരിക്കുന്ന ഈ 2 ഏതെങ്കിലും ഒരു മരുന്ന് കഴിക്കുമ്പോൾ തന്നെ പൂർണ്ണമായി മാറിക്കിട്ടുന്ന ചുമ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഈ വിൽവേല എത്ര മാറാത്ത ചുമയിലും മാറ്റാനുള്ള കഴിവുള്ളതാണ് ഈ വിൽവേല. ഇതും ആദ്യം പറഞ്ഞതും തീരെ മോശമല്ല. 2 പച്ചിലയും പിന്നെ ഈ പറഞ്ഞ കണക്കിന് വളരെ ബെസ്റ്റാണ്. ഈ പച്ചില നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം പൂർണ്ണമായി മാറിയിരിക്കും. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾ ഇത് ചെയ്യാം. എല്ലാ പ്രേക്ഷകർക്കും ഇത്രയും ക്ഷമയോടെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള ഔഷധങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്ത് നിങ്ങൾ പ്രയോജനപ്പെടുത്താം. ഏറ്റവും ഗുണമുള്ളതാണ്. കാര്യം ഞങ്ങൾ പണ്ടേ കാലത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ചികിത്സയാണിത്. ഇത് നിങ്ങൾക്ക് വളരെ ഗുണമുണ്ടാകും. നിങ്ങളിത് പിന്നെ ചെയ്താൽ മതി. വേറെ ഒന്നും ഒരുപാട് പാടില്ല, എളുപ്പം കിട്ടുന്നതാണ്. കൂടിപ്പോയാൽ പൂക്കടയിൽ കിട്ടും. 1/2 കിലോ വാങ്ങിച്ചാൽ മതി. 1/2 കിലോ വാങ്ങിച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ട് നിങ്ങൾ ഇത് കണക്ക് പിന്നെ മഷി പോലെ പൊടിക്കണമെന്നേ ഉള്ളൂ. മിക്സിയിലായാലും കുഴപ്പമില്ല. നല്ലൊരു മഷി പോലെ പൊടിച്ച് വസ്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അരിപ്പ് ഉണ്ടല്ലോ, നമ്മളപ്പോൾ പാലരിപ്പയോ എന്തെങ്കിലും അരിപ്പ് ഉണ്ടെങ്കിൽ ആ അരിപ്പിലിട്ട് നല്ലതിങ്ങനെ ഇതാകുമ്പോൾ തന്നെ നല്ല പൊടി പോലെ കിട്ടും, പൊടിയായിട്ട് കിട്ടും. ആ പൊടിയെടുത്ത് വെച്ച് നിങ്ങൾ ചൂർണ്ണമാക്കി കഴിക്കുക. വെറും ചൂടുവെള്ളത്തിൽ മാത്രം, വേറെ ഒന്നും ചേർക്കണ്ട. അതിൽ ചൂടുവെള്ളം മാത്രം എടുത്താൽ മതി. വേറെ നെയ്യ് ഒന്നും ചേർക്കണ്ട. ഈ പൊടി എന്ന് പറയുന്നത് ചൂടുവെള്ളത്തിലങ്ങ് പിന്നെ കലക്കി അങ്ങ് കുടിച്ചിരുന്നാൽ മതി. അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഒരേ സ്പൂൺ, ഒരേ സ്പൂൺ എന്ന് പറഞ്ഞാൽ 1 ഗ്രാമാണ് അതിൻ്റെ അളവ്. ഒരേ സ്പൂൺ, ചെറിയ സ്പൂണിൽ 1 സ്പൂൺ മാത്രം ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചുകൊണ്ട് വരിക. നിങ്ങളെ പിന്നെ ചുമ പിന്നെ ഘട്ടമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കാലറ്റ് മാറും. സാധാരണ ഈ അപ്പോഴത്തേക്ക് മാറുന്ന സംഭവമല്ല. നമ്മൾ ഘട്ടമായിട്ട് കുറയുകയും ചെയ്യും, കാലറ്റ് മാറുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഈ ചുമ ഉണ്ടാവില്ല. ഇത് നിങ്ങൾ ചുമ പൂർണ്ണമായി കുറയുന്നത് വരെ ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. നല്ല കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വരില്ല. അതാണ് യഥാർത്ഥ കാര്യം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.